ചോദ്യം നമ്പർ 331 ശ്രീ മുഹമ്മദ് മൊഹസിൻ, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സാർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വരുന്ന വൻകിട കപ്പലുകൾക്ക് ചെറിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾക്കായി സൗകര്യമൊരുക്കുവാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കപ്പൽ റിപ്പയർ സംരംഭകർ വിഴിഞ്ഞം കോൺക്ലേവിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ സാധ്യതകൾ സംബന്ധിച്ച് വിസിലുമായും കേരള മാരിടൈം ബോർഡുമായും പ്രാഥമിക ചർച്ചകൾ നടന്നുവരികയാണ്. ബി, പൂവാറിൽ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് ഭാരിച്ച ചെലവ് വേണ്ടിവരുമെന്നും നെയ്യാർ കടലുമായി ചേരുന്ന ഭാഗമാണ് പൂവാർ എന്നതിനാൽ സിൽറ്റ് സ്റ്റേഷൻ സാധ്യതയുള്ളതിനാലും ഗണ്യമായ രൂപത്തിൽ ഡ്രഡ്ജിംഗ് വേണ്ടിവരും എന്നുമാണ് പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 11/10/2017 ചേർന്ന യോഗത്തിൽ പൂവാറിൽ റോഡ്, റെയിൽവേ കണക്ടിവിറ്റിയുമായി അപര്യാപ്തത, ഭൂമിയുടെ ഉയർന്ന മൂല്യം എന്നിവ കണക്കിലെടുത്തും ബോംബെ തുറമുഖത്ത് കപ്പൽ അറ്റകുറ്റപ്പണിക്കായി സ്ഥലമേറ്റെടുത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനാലും കൊച്ചിൻ ഷിപ്പ്യാർഡ് അസൗകര്യം പ്രകടിപ്പിച്ചതിനാൽ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്ന വിഷയത്തിൽ തുടർ നടപടി സ്വീകരിച്ചിരുന്നില്ല. സി, സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിക്ഷേപം കൊണ്ടുവരാനും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനും സർക്കാർ പലവിധ പരിപാടികൾ നടത്തിവരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആഗോള നിക്ഷേപ ഭൂപടത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയ നിക്ഷേപ സംഘമായി വിഴിഞ്ഞം കോൺക്ലേവ് 2025 ജനുവരി 28-29 തീയതികളിലായി നടന്നു. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ KSIDC വഴിയും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസുമായും ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രസ്തുത പരിപാടിയിൽ 300-ലധികം പ്രതിനിധികളും 50-ലധികം കമ്പനികളും പങ്കെടുത്തിരുന്നു. വിഴിഞ്ഞം കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത് നൽകുന്ന സാധ്യതകളെല്ലാം വിഴിഞ്ഞം കോൺക്ലേവിലൂടെ നിക്ഷേപകർക്ക് മുമ്പിലെത്തിക്കാൻ സാധിച്ചു. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വ്യാവസായിക പുരോഗതിക്കും ഇത് വഴിയൊരുക്കുമെന്ന് കരുതുന്നു. ശ്രീ മുഹമ്മദ് മൊഹസിൻ. സർ, വിഴിഞ്ഞം ഇന്ത്യയുടെ ആദ്യത്തെ മദർഷിപ്പ് തുറമുഖമാവുകയാണ്. അന്താരാഷ്ട്ര കണക്ഷൻ, ലോജിസ്റ്റിക് പിന്തുണ, മികച്ച ഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുമ്പോൾ കേരളം കടൽ ഗതാഗതത്തിലും ചരക്ക് നീക്കത്തിലും ലോകത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ ലോജിസ്റ്റിക്സിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ റെയിൽ കണക്ടിവിറ്റി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ കഴിയുന്ന രീതിയിൽ സംവിധാനം ഒരുക്കുന്നുണ്ടോ? എന്താണ് അതിന് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? സർ, ഇത് സംബന്ധിച്ച പഠനങ്ങളും DPRും തയ്യാറാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകി. അതിൻ്റെ എൻവയോൺമെൻ്റൽ അംഗീകാരം ലഭിച്ചു. ഇപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുന്നു. 5.526 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 1482 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. 2028 പൂർത്തീകരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വിഴിഞ്ഞം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളംബോ, ദുബായ്, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളുമായിട്ടാണ് വിഴിഞ്ഞം മത്സരിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ ചെറു തുറമുഖങ്ങൾ ഫീഡർ കണക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടും ഉൾഭാഗത്തുള്ള ജലഗതാഗതം നദികളെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടും ചെലവ് കുറഞ്ഞ രീതിയിൽ ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്വീകരിക്കുമോ? ഇത് സംബന്ധിച്ച് മാരിടൈം ബോർഡുമായി ചർച്ച ചെയ്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോൺ മേജർ പ്രോജക്റ്റ് തുറമുഖങ്ങൾ കൂടി ഇതിന് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലുള്ള ഭാവി പ്രവർത്തനങ്ങളുണ്ടാവും. ശ്രീ GS ജയലാൽ. സർ, ഈ തദ്ദേശീയരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് തുറമുഖവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പരിശീലനം നേടാൻ നൈപുണ്യ പരിശീലന കേന്ദ്രം വിഴിഞ്ഞത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? നൈപുണ്യ പരിശീലന കേന്ദ്രത്തിൽ വിഴിഞ്ഞം പോർട്ടിന് ആവശ്യമായിട്ടുള്ള തൊഴിൽ സാധ്യതകൾ, ആ മേഖലയിലെ കോഴ്സുകളും പരിശീലനവും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സർ, ഈ അന്താരാഷ്ട്ര തുറമുഖം എന്ന് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്ന് പറയാമോ? മിനിസ്റ്റർ, ഇത് ഒറ്റ ശ്വാസത്തില് 3 ചോദ്യത്തിനും ഉത്തരം പറയാം. ഒറ്റ ശ്വാസത്തില അദ്ദേഹം ചോദിച്ച നൈപുണ്യ പരിശീലനത്തിനായി അസാപ് സെൻറ്റർ ആരംഭിച്ചു. ആദ്യത്തെ ബാച്ചിന് പൂർണ്ണമായി അവിടെ തൊഴിൽ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഭാവിയെ സംബന്ധിച്ച് ഇന്ന് തീരുവെന്നും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് 2028 കൂടി ഇത് പൂർത്തീകരിക്കാൻ കഴിയും. കൂടുതൽ തൊഴിൽ സാധ്യതയ്ക്ക് ആവശ്യമായി നൈപുണ്യ പരിശീലനം നടത്തിവരുന്നു. ശ്രീ VR സുനിൽകുമാർ. സർ, വിഴിഞ്ഞം തുറമുഖത്തെ മാരിടൈം ലോജിസ്റ്റിക് ഹബ്ബ് ആക്കാനും തലസ്ഥാനത്തേക്ക് തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക് പരമാവധി നിക്ഷേപകരെ ആകർഷിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ വിശദാംശങ്ങൾ അറിയിക്കും. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഈ ജനുവരി 28-29 തീയതിയിൽ കോൺക്ലേവ് സംഘടിപ്പിച്ച് നിക്ഷേപകരെ ആകർഷിച്ച് ഈ കാര്യത്തിൽ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയുള്ള ഭാവിയെ സംബന്ധിച്ച് ഒട്ടനവധി നിർദ്ദേശങ്ങൾ വന്നിരുന്നു. അത് സംബന്ധിച്ച് മുന്നോട്ട് നടപടി സ്വീകരിച്ചു വരികയാണ്. CC മുകുന്ദൻ.
സാർ, എൻ്റെ ചോദ്യം മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെയുള്ള പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് കൂടി വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. ഇത് സംബന്ധിച്ച് പദ്ധതി ആവിഷ്കരിക്കുകയും അവിടെ പ്രധാനമായും ഒരു ഹാർബർ തന്നെ, ഫിഷിംഗ് ഹാർബർ തന്നെ പ്രപ്പോസ് ചെയ്ത് CWPSൻ്റെ പരിശോധന നടന്ന് അത് ധാരണയായി അത് നടപ്പാക്കാൻ പോവുകയാണ്. അത് ഫിഷർമെൻസിനുള്ള ഏറ്റവും വലിയ സൗകര്യവും സീഫുഡ് പാർക്കും വരാൻ പോവുകയാണ്. ശ്രീ എം വിൻസെന്റ്. വിഴിഞ്ഞം തുറമുഖം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കരാറിൽ തന്നെ തദ്ദേശീയരായിട്ടുള്ള പ്രാദേശികവാസികൾക്ക് 50% തൊഴിലവസരം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. മുമ്പ് ഞാൻ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞിരുന്നത് 50%-ലധികം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ അല്ല. അതുകൊണ്ട് കൃത്യമായ 50% തൊഴിലവസരങ്ങൾ പ്രാദേശികവാസികൾക്ക് നൽകാനുള്ള കർശനമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? യെസ് മിനിസ്റ്റർ. കർശനമായ നടപടി ഉണ്ടാകും സാർ. ഇതിനോടകം പരിശോധിച്ചപ്പോൾ 56% തദ്ദേശവാസികളുടെ തൊഴിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്ക് അങ്ങേക്ക് വേണമെങ്കിൽ വിശദീകരിച്ചു തരാം. യെസ് ശ്രീ KJ മാക്സി. സാർ, കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് കണ്ടെയ്നർ വെസലുകൾ വഴി ചരക്ക് നീക്കം ആരംഭിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെ അത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് തുടങ്ങിയാൽ റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ തിരക്ക് കുറക്കാൻ കഴിയും. മറ്റൊന്ന്, കൊച്ചി തുറമുഖത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ? ഇതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. ഭാവിയിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഭാവനാസമ്പന്നമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ അത്തരം നടപടികളിലേക്ക് വരും. ശ്രീ ജോബ് മൈക്കൽ. വിഴിഞ്ഞം പോർട്ടിൻ്റെ അനന്തമായ സാധ്യത മുതലെടുത്ത് മിനി ലോജിസ്റ്റിക് പാർക്കുകൾ, മദ്യദുരിതങ്ങൾ ഉൾപ്പെട്ട കോട്ടയം ജില്ലയിൽ ഏതെങ്കിലും സ്ഥലം ഏറ്റെടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ വാണിജ്യപരമായി വളരെ പാരമ്പര്യമുള്ള ചങ്ങനാശ്ശേരി സ്ഥാപിക്കുമോ? യെസ് മിനിസ്റ്റർ. അങ്ങേക്ക് എനിക്കും താല്പര്യമുള്ള കാര്യമാണ്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി കൊല്ലം വഴി വേണം കോട്ടയത്ത് എത്താൻ. അതുകൊണ്ട് കടലുണ്ടാക്കണം പറയാത്ത ഭാഗ്യം. അല്ല, കടലില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ പോർട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ കാര്യം. ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തി കോട്ടയത്ത് ഒരു പോർട്ട് ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ ബ്രേക്ക് വെയിൻ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. പാണ്ഡ്യാനി വിഷയ സഭയിൽ ഉന്നയിച്ചപ്പോൾ ഞാൻ MLA ആയിരുന്നപ്പോൾ ഉന്നയിച്ച പലരും എന്നെ പരിഹസിച്ചാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമായി എന്ന സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുക. ശ്രീ PC വിഷ്ണുനാഥ്. സാർ, ഈ വൻകിട പ്രോജക്റ്റുകളുടെ എല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അനുബന്ധ സൗകര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ ഈ വിഴിഞ്ഞത്ത് ഈ റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, ഗേറ്റ് വേ ട്രാഫിക് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ വന്നിട്ട് 9 വർഷമാകുന്നു. അത് സംബന്ധിച്ച് എത്രമാൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, എന്നത്തേക്ക് അതെല്ലാം യാഥാർത്ഥ്യമാകും എങ്കിൽ മാത്രമേ തിരുവനന്തപുരത്തിന്റെ ഒരു വികസനത്തിന് അത് ഇതുകൊണ്ടുള്ള പ്രയോജനം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. അത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ കഴിയും. ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയും ഭാവനയും ഗവൺമെന്റിനുണ്ട്. അതിന് നടപടികൾ സ്വീകരിച്ച് റെയിൽവേ കണക്ടിവിറ്റി 10.27 കിലോമീറ്റർ, അതിൽ 9.2 തുരങ്കപാതയാണ്. ഇതിനുവേണ്ടി 5.526 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. 2028 കൂടി അത് പൂർത്തീകരിക്കും. 1482 കോടിയാണ് അതിന് ചെലവ്. അതുപോലെ നാഷണൽ ഹൈവേയുമായിട്ടുള്ള കണക്ടിവിറ്റി ആരംഭിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുത്ത നടപടികൾ ആരംഭിച്ചു. ഈ കാര്യവും സമീപകാല ഭാവിയിൽ ത്വരിതഗതിയിൽ നടപ്പാക്കും. ശ്രീ PP ചിത്തരഞ്ജൻ. സാർ, വളരെ പഴക്കമുള്ളൊരു തുറമുഖമാണ് ആലപ്പുഴ. ആലപ്പുഴ തുറമുഖത്തിൻ്റെ പുനരുദ്ധാരണമോ അല്ലെങ്കിൽ അതിൻ്റെ വിപുലീകരണത്തിനോ വേണ്ടിയുള്ള ഏതെങ്കിലും പദ്ധതി ആവിഷ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇത് സംബന്ധിച്ച് മാരിടൈം ബോർഡ് അത് മുൻകൈ എടുത്ത് സാഗർമാല പദ്ധതിയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റെടുക്കുമെന്ന് അറിയിക്കുകയാണ്. ശ്രീ KV സുമേഷ്. യാഥാർത്ഥ്യമായതോട് കേരളം ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ചരക്കുകളുടെ ഒരു ഫീഡർ കേന്ദ്രമായിട്ട് വിഴിഞ്ഞവും കൊല്ലമൊക്കെ മാറും. ഇപ്പം നമ്മുടെ ഈ മൈനർ പോർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചരക്ക് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ അഴീക്കൽ വരെ ഉള്ള ആ ഒരു തലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ എന്നാണ്. ആലോചിച്ച് കഴിഞ്ഞു. അങ്ങേ കൂടെ കൂട്ടി നമ്മൾ ബേപ്പൂർ തുറമുഖത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തതാണ്. അപ്പുറത്ത് അഴീക്കോട് തുറമുഖത്തിൻ്റെ ബേപ്പൂര്, അഴീക്കോട്, അതേപോലെ തന്നെ കൊച്ചി, കൊല്ലം, ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഭാവി ചരക്ക് ഗതാഗതത്തെ സംബന്ധിച്ച് മാരിടൈം ബോർഡ് ചർച്ച ചെയ്ത് പ്രപ്പോസൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ CK ഹരീന്ദ്രൻ. സാർ, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച ശേഷമുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ തൽസ്ഥിതി അറിയിക്കാമോ? അതിൻ്റെ ഒരു പ്രോഗ്രസ് പറയാം. ഇതിനോടകം സാർ 215 കപ്പലുകൾ വന്ന് 4,22,846 TEU കൈകാര്യം ചെയ്തിരിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതോടൊപ്പം ഫെബ്രുവരി മാസത്തിൽ ഏതാണ്ട് 40 ഷിപ്പുകളിലായി 72,826 പരം TEU കൈകാര്യം ചെയ്തു. ഇന്ത്യയിൽ ഒന്നാമത്തെ തുറമുഖമായി അങ്ങനെ മാറി എന്ന കാര്യം അറിയിക്കും.
ശ്രീ വി ജോയ്. സാർ, നിലവിൽ തുറമുഖത്തിൻ്റെ ട്രാൻസ്ഷിപ്പ് പ്രക്രിയ മാത്രമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ചരക്ക് തുറമുഖത്തിന് അകത്തേക്കും പുറത്തേക്കും എത്തിക്കുന്ന ഗേറ്റ്വേ കണ്ടെയ്നർ നീക്കം ഉടനെ ആരംഭിക്കാമോ? അതിൻ്റെ വിശദാംശം പറയാം. യെസ് മിനിസ്റ്റർ. സർ, ഒരു 4 മാസത്തിനകം അത് ആരംഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇപ്പോൾ കസ്റ്റംസിൻ്റെ സജ്ജീകരണങ്ങളും കണ്ടെയ്നർ സ്കാനറുകൾ സ്ഥാപിച്ചുകൊണ്ട് 4 മാസത്തിനകം പൂർത്തീകരിക്കും എന്ന കാര്യം അറിയിക്കുകയാണ്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ PPP മാതൃകയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേക വികസന ഇടനാഴി ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിൻ്റെ നിലവിലെ സ്ഥിതി ഒന്ന് വിശദമാക്കാമോ? ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിയും പിന്നീട് റോഡ് കണക്ടിവിറ്റിയും കഴിഞ്ഞതിന് ശേഷം അങ്ങ് സൂചിപ്പിച്ച ഈ കാര്യം കൂടി പൂർത്തീകരിക്കാൻ ആവശ്യമായ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ശ്രീ പി നന്ദകുമാർ. ഈ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുന്നതോടുകൂടി വലിയ സാധ്യതകളാണ് ഉയർന്നത്. അതിൻ്റെ ഭാഗമായി ചെറുകിട തുറമുഖങ്ങൾക്കും വലിയ സാധ്യതയുണ്ട്. പൊന്നാനി തുറമുഖത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. അങ്ങനെ നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നതനുസരിച്ച് മാരിടൈം ബോർഡ് പ്രത്യേകമായി പരിഗണിച്ച് അവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി ഇപ്പോൾ PPP പ്രോജക്റ്റായിട്ട് പൊന്നാനി ഏറ്റെടുക്കുന്ന രൂപത്തിലേക്കുള്ള പരിഗണന വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചോദ്യം നമ്പർ 332 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് വേണ്ടി വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, ചോദ്യം നമ്പർ 332A. പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ വില ക്രമയാതീതമായി വരുന്നതിനാൽ KSEB സാമ്പത്തിക പ്രയാസത്തിലേക്ക് നീങ്ങുന്നതായി വിലയിരുത്തിയിട്ടുണ്ട്. സർ, പ്രധാനമായും താപനിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ആയതിനാൽ രാജ്യവ്യാപകമായി ഇന്ധനവിലയിലും ഗതാഗത ചെലവിലുണ്ടാകുന്ന വർധനവും വൈദ്യുതി വാങ്ങൽ വില വർദ്ധിക്കാനിടയാക്കുന്നുണ്ട്. ഇത് KSEBLൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനോടൊപ്പം വൈദ്യുതി നിരക്ക് വർധനക്കും ഇടയാകുന്നുണ്ട്. വേനൽക്കാലത്ത് വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്നതിനൊപ്പം ലഭ്യത കുറയുന്നതും വില ക്രമാതീതമായി വരുന്നതും സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമാണ്. സർ, അടുത്ത കുറേ അതുകൊണ്ട് സർ. താങ്ക് യു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, മന്ത്രിയുടെ മറുപടിയിൽ തന്നെ KSEB സാമ്പത്തിക നഷ്ടത്തിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷെ അതിനനുസരിച്ച് നയം വൈദ്യുതി ബോർഡ് ഇട്ടെടുക്കുന്നുമില്ല. UDF കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ ഒരു ദീർഘകാല കരാർ കൊണ്ടുവന്നത്. ആ ദീർഘകാല കരാർ റദ്ദാക്കിയതിലൂടെ 410 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാരിനുണ്ടായത്. ശരിക്കും 2003 വൈദ്യുതി നിലയത്തിലെ സെക്ഷൻ 108 പ്രകാരം അത്തരം കരാറുകൾ റദ്ദാക്കാനും KSRCയോട് ഏത് ഉത്തരവും പിൻവലിക്കാനും ആവശ്യപ്പെടാനും ഗവൺമെൻറ്റിന് സാധ്യമാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്ന് റദ്ദാക്കാൻ പറയുകയോ അതിനനുസരിച്ചുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയോ ചെയ്തില്ല. സർ, എൻ്റെ ചോദ്യം, കരാർ റദ്ദാക്കിയത് മൂലമുണ്ടായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ KSEB ഏതെങ്കിലും ഹ്രസ്വകാല മധ്യകാല കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് 1 നിശ്ചയിച്ചിട്ടുള്ള നിരക്ക് എത്രയാണ്? സർ, കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിലും വ്യതിചലിച്ചതിനാണ് KSEBL 2014-15 കാലയളവിൽ സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്നും 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറുകൾക്ക് അംഗീകാരം നൽകണമോ എന്ന ബോർഡിൻ്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേഷൻ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 300 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറിന് നേരത്തെ തന്നെ കമ്മീഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. സർ, ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ KSEBL നൽകിയ ഹർജി തള്ളിക്കൊണ്ടും KSRC ഉത്തരവ് ശരിവെച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് KSEBL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ അടിസ്ഥാനത്തിൽ കോടതിയുടെ തീരുമാനം അനുസരിച്ച് മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സർ, KSEBയുടെ ശബരിഗിരി മൂഴിയാർ ജലവൈദ്യുതി പദ്ധതിയിലെ വെള്ളമാണ് മാണിയാറിലെത്തുന്നത്. 2013 ഉമ്മൻചാണ്ടി സർക്കാർ വൈദ്യുതി നയം കൊണ്ടുവന്നിരുന്നു.
അതിനനുസരിച്ച് KSEBക്ക് മാത്രമേ അതിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയുമായുള്ളൂ. പക്ഷേ ഇവിടെ കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി 91 കരാറുണ്ടാക്കിയത്. അത് 30 കൊല്ലത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2024 ഇതോടുകൂടി കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നതെന്ന് മാതൃഭൂമി ഓൺലൈൻ തന്നെ പറയുകയാണ്. ചോദ്യത്തിലേക്ക് വാ സർ, 30 വർഷമായി ഒരു വ്യവസായങ്ങളൊന്നും കൊണ്ടുവരാത്ത ആ കമ്പനി പുതിയ വ്യവസായം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ സാധിക്കില്ല സർ. അതുകൊണ്ട് തന്നെ ആ കരാർ റദ്ദാക്കി സാധാരണ ജനങ്ങൾക്ക് ഗുണകരപ്രദമായ രൂപത്തിൽ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത്, വൈദ്യുതി ബോർഡ് തന്നെ ഏറ്റെടുത്ത് ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാക്കി മാറ്റി ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം സർ. മിനിസ്റ്റർ. സർ, 1990 ചെറുകിട ജലവൈദ്യുതി നയത്തിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണിയാർ ചെറുകിട വൈദ്യുതി പദ്ധതി നിർമ്മിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിനുമായി കാർബറാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡിനെ കരാർ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിരുന്നു. സർ, 2024 ഡിസംബറിൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് ബൂട്ട് പീരിയഡ് അവർ നടത്തുന്ന വ്യവസായ നിക്ഷേപത്തിന് അടിസ്ഥാനത്തിൽ ദീർഘിപ്പിക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിശോധിച്ചു വരികയാണ്. സർ, കഴിഞ്ഞ ദിവസം ഇവിടെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിശദമായി മറുപടി നൽകിയിരിക്കുന്നു. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുക. KSEBLന് ദോഷകരമാകത്തും വ്യവസായിക അന്തരീക്ഷത്തിന് ഗുണമാകുന്നതായ തീരുമാനമെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ശ്രീ പി ഉബൈദുള്ള. സർ, LDF സർക്കാർ അധികാരത്തിലിരുന്ന 9 വർഷത്തിനിടയിൽ ഏതെങ്കിലും പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ടോ? മുൻ സർക്കാരുകളുടെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളിൽ ഏതെങ്കിലും ഈ കാലയളവിൽ പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ അവയിൽ ഓരോ പദ്ധതിയുടെയും സ്ഥാപിത ശേഷി എത്രയാണെന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സർ, ഇതൊരു വിശദമായ ചോദ്യമാണ്. കണക്കുകൾ ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച് പറയേണ്ട ഒരു ചോദ്യമാണ്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചിട്ടില്ല. പരിശോധിച്ചതിന് ശേഷം അറിയിക്കുന്നതാണ്. ശ്രീ AK മഷ്റഫ്. സർ, വൈദ്യുതി ഉപയോഗം കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഏറ്റവും മിഡിൽ ക്ലാസ് ഫാമിലി പോലും ഈ ചൂടിൻ്റെ കാഠിന്യത്തിൽ AC ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് KSEBക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, MLA ചെയർമാനായ. ഞാനത് ഏറ്റവും കൂടുതൽ വിളിച്ച ഒരു MLA ആണ്. ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ്റെ പ്രാദേശിക ആവശ്യം ട്രാൻസ്ഫോർമറും, കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റൊക്കെ വലിയ രീതിയിൽ അവിടുത്തെ ഇൻഡസ്ട്രി മേഖല ഈ വൈദ്യുതി മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. വ്യവസായ മന്ത്രിക്കറിയാം. അപ്പോൾ അവിടെ ഈ സബ് സ്റ്റേഷനുകളും ട്രാൻസ്ഫോർമറും സ്ഥാപിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മന്ത്രി പറഞ്ഞൊരു മറുപടി, നമ്മുടെ കേരളത്തിൽ ആ ടെൻഡർ എടുക്കാൻ ആളുകളില്ല, ഉത്തരേന്ത്യയിൽ നിന്ന് വൻകിട ടെൻഡർ ആളുകൾ വന്നാൽ മാത്രമേ ടെൻഡർ ചെയ്യാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. ഈ ട്രാൻസ്ഫോർമറിൻ്റെയും സബ് സ്റ്റേഷൻ്റെയും നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ കാസർകോട്ടേക്ക് ഏത് രീതിയിലാണ് അതിൻ്റെ പുരോഗതി എന്നുള്ളത് വിശദമാക്കാമോ? സർ, ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തുന്നത് MLA അധ്യക്ഷനായ ഒരു സമിതിയാണ്. ആ സമിതിയുടെ അവസാന പരിശോധന അടിസ്ഥാനത്തിൽ കിട്ടുന്ന റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാകുന്ന റിപ്പോർട്ട്. അവിടെ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും വേനൽക്കാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുകയില്ലെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീ നജീബ് കാന്തപുരം. സർ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോക്താക്കളുള്ള ഒരു ജില്ലയാണ്. മലപ്പുറം പാക്കേജ് എന്ന പേരിൽ തന്നെ മലപ്പുറം ജില്ലയിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നു. ദ്യുതി സ്പെഷ്യൽ എന്ന പേരിൽ നടന്ന ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ലൈൻ വലിക്കുന്നത് ഉൾപ്പെടെയുള്ള വൈദ്യുതി വിതരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇന്നേ വരെ ഇത് കോൺട്രാക്ടർമാർ ടെൻഡർ എടുക്കുന്നതിലേക്ക് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം GST ഉൾപ്പെടെ വന്നതോടുകൂടി ഇത് കോൺട്രാക്ടർമാർക്ക് എടുക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതാണ് പ്രശ്നമായിട്ടുള്ളത്. ഇത് പരിഹരിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്നത്തെ അതിൻ്റെ സാഹചര്യം എന്താണ്? ഇത് മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുമോ? ഇതിലെ നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കാമോ? സർ, മലപ്പുറം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ വൈദ്യുതി പ്രസരണ വിതരണ മേഖലയിൽ സമഗ്രമായ വികസനം ആവശ്യമാണ്.
ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് KSEB 1023 കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെൻഡർ നടപടികളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദൗർഭാഗ്യവശാൽ ടെൻഡർ ഏറ്റെടുക്കാൻ കഴിവുള്ള കരാറുകാരൻ ഇതുവരെ മുന്നോട്ട് വരാത്തത് വലിയൊരു തടസ്സമാണ്. പക്ഷേ കരാറുകാരെ മറ്റു തരത്തിൽ സ്വാധീനിച്ച് കരാർ ഏറ്റെടുക്കാനുള്ള നിർബന്ധം ചെലുത്താനുള്ള പരിമിതി അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ്. താങ്കൾ കൂടി ഇടപെട്ടുകൊണ്ട് പറ്റിയൊരു കരാറുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ആ പ്രവർത്തനം വളരെ വേഗത്തിൽ ആരംഭിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ശ്രീ CH കുഞ്ഞമ്പു. സർ, വളരെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഉടുപ്പി കരിന്തളം പവർ ലൈൻ ഉടനെ പൂർത്തീകരിക്കണമെന്നൊരു തീരുമാനമെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി നഷ്ടപ്പെടുന്ന ഭൂവുടമകൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ പ്രശ്നങ്ങൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ MLA-മാരെല്ലാം കൂടി ഇരുന്ന് കർഷക പ്രതിനിധികളെല്ലാമായി ഇരുന്ന് പ്രശ്നം പരിഹരിച്ചിരുന്നു. പക്ഷേ പരിഹരിച്ച പ്രശ്നത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു, അത് പിന്നെ അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം വല്ലതും കൊടുത്തോ, എപ്പോഴാ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും, കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പറയാൻ പറ്റും. സാർ, നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിൽ വളരെ താല്പര്യത്തോടു കൂടിയ പ്രവർത്തനമാണ് ബോർഡും ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പലപ്പോഴേ അത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് ഇനിയും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ശ്രീ K. ബാബു, നെന്മാറ. സർ, വൈദ്യുതി ഉപയോഗം കൂടുമ്പോഴും കറണ്ട് കട്ടില്ലാത്തതും സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരിക്കപ്പെട്ട സംസ്ഥാനമാക്കി മാറ്റിയ LDF സർക്കാരിനെയും വൈദ്യുതി വകുപ്പിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. സർ, എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ പറമ്പിക്കുളം മേഖല ആദിവാസി സങ്കേതങ്ങൾ 13 പൂപ്പാറ, കുരിയാർകുറ്റി, 30 ഏക്കർ, അല്ലിമൂപ്പം കോളനി, പെരിയ ജോല എന്നിവിടങ്ങളിലേക്ക് ഇപ്പോഴും മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലും കിട്ടാത്ത സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. അവിടേക്ക് ആവശ്യമായ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള SC/ST മിനിസ്റ്ററും വൈദ്യുതി വകുപ്പ് മന്ത്രിയും സംയുക്തമായ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നതാണ്. അവിടേക്ക് കറണ്ട് എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട മെമ്പർ 3-4 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉന്നയിച്ചത് ആദിവാസി കോളനികളിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അംഗം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 മന്ത്രിമാരും സംയുക്തമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത്തരം ഇടപെടലുകൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സർ, ഇവിടെ ഈ കേരളത്തിൽ കറണ്ട് കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിന് ഇതുവരെ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിൽ ഊർജിതമായ പരിശ്രമങ്ങൾ, തീരുമാനങ്ങൾ, നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. ചോദ്യം നമ്പർ 333 ശ്രീ മാത്യു ടി തോമസ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, പ്രകൃതി ദുരന്തങ്ങൾ, നോട്ട് നിരോധനം, കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തിയ മാറ്റം മൂലം സംസ്ഥാനത്തിന് നികുതി വിഹിതത്തിൽ വന്ന കുറവ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ചെലവ് പങ്കിടൽ ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുത്തുന്ന രീതിയിൽ ഭേദഗതി ചെയ്തത്, കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പും സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങളെടുത്ത വായ്പകളും സർക്കാർ കടമായി കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയ എന്നീ കാരണങ്ങളാൽ സംസ്ഥാനത്ത് പണഞ്ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ടത് എന്നത് വസ്തുതയാണ്. സർ, 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.88% കേന്ദ്ര നികുതി വിഹിതം 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിലായപ്പോഴേക്കും 1.92 എന്ന ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശതമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതവും ഗണ്യമായി കുറഞ്ഞു വരുന്നു. 2021-22 ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 41% കേന്ദ്ര ധന കൈമാറ്റമെങ്കിൽ 2024-25 RE പ്രകാരം 25% യഥാർത്ഥത്തിൽ ഇത് കൂപ്പുകുത്തുന്ന സ്ഥിതിയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കാരണം 2020-21 മുതൽ 23-24 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മാത്രം അനുവദിച്ച ആ പെർസെൻറ്റേജിൽ നിന്നും 28,848 കോടി രൂപ കുറവ് വന്നിരുന്നു. സർ, ഇങ്ങനെ വിശദാംശങ്ങളുണ്ട്. ഒരു പാരഗ്രാഫ് കൂടെ വായിച്ചു തന്നു, ബാക്കി ടേബിൾ ചെയ്യാം. സർ, പ്രതികൂല സാഹചര്യത്തിൽ നികുതി വിരവ് ഊർജിതമാക്കിയും ചെലവുകൾക്ക് മുൻഗണന നിശ്ചയിച്ചും മിതത്വം പാലിച്ചും സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തിയും ലഭ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഫലപ്രദമായി വിനിയോഗിച്ചും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുവാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഫലമായി ഈ സർക്കാരിൻ്റെ കാലത്ത് 2021-22 മുതൽ 24-25 വരെ നികുതി വരുമാനത്തിൻ്റെ വളർച്ച
15.8%, നികുതിയേതര വരുമാനത്തിൻ്റേത് 17.4%, ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 റവന്യൂ സമാഹരണത്തിലെ സംസ്ഥാനത്തിൻ്റെ നേട്ടത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. സർ, മറ്റു കാര്യങ്ങളെല്ലാം വിശദമായിട്ടുണ്ട്. താങ്ക് യു. ശ്രീ മാത്യു ടി തോമസ്. സാർ, ഈ ധനകാര്യ ഫെഡറലിസം എന്ന മഹത്തായ ആശയം സമ്പൂർണ്ണമായി സംസ്കരിക്കുന്ന നിലപാടുകളും നയങ്ങളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്ന സാഹചര്യത്തിൽ അർഹമായ കേന്ദ്ര വിഹിതം ആവശ്യപ്പെട്ടും കടമെടുപ്പ് പരിധി സംബന്ധിച്ചും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിൻ്റെ ഫലമായി എന്തെല്ലാം പ്രയോജനങ്ങൾ സംസ്ഥാനത്തിന് ലഭിച്ചു എന്ന് വ്യക്തമാക്കുമോ? ഇനി എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു? മിനിസ്റ്റർ. സാർ, സുപ്രീം കോടതിയിൽ കേരളം ഫയൽ ചെയ്ത കേസ് അതിൻ്റെ ആദ്യഘട്ടം ഹിയറിംഗ് കഴിഞ്ഞ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് റെഫർ ചെയ്യാണ് സർ ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ തുടരുന്നതേ ഉള്ളൂ. സാർ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ശരിയായ കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ, നിയമമനുസരിച്ചുള്ള കാര്യങ്ങൾ, അതാണ് സംസ്ഥാനം ഉന്നയിക്കുന്നതെന്ന് രാജ്യത്താകെ ചർച്ചയായി. മറ്റ് സംസ്ഥാനങ്ങളും ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂവിനകത്ത് കാര്യമായി ഇടപെടാനും ഏറ്റവും അവസാന കൈയാണ് കോടതിയിൽ പോകുന്നത് എങ്കിൽ പോലും അങ്ങനെ പോകാൻ നിർബന്ധിതമായ അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല കേരള സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്നും കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ ഇഷ്യൂ എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഭരണഘടനാപരമായി തന്നെ ഉന്നയിക്കുന്നതും വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ അവർ മാറ്റം വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. സുപ്രീം കോടതി അതിൻ്റെ കേസ് ലിസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ വരേണ്ടതാണ് സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, കേരളത്തിൽ ഈ ശമ്പളം ഇനത്തിൽ വരുന്ന ചെലവ് ദേശീയ ശരാശരിയുടെ മുകളിലാണ്, ശമ്പളവും പെൻഷനും അടക്കം. സാർ, വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ വരുമാനം ഇടിയുന്ന സാഹചര്യമുണ്ടായി. ഈ GSTയിലെ വരുമാനത്തിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൂടി വ്യക്തം. യെസ് മിനിസ്റ്റർ. സർ, GST വരുമാനത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പറയുന്ന ആശങ്ക, ഇത് നേരത്തെ പ്രതിവർഷം 14% വീതം ടാക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് സർ. നമുക്ക് റവന്യൂ ന്യൂട്രൽ റേറ്റ് ഈ GST സമ്പ്രദായം വരുന്നതിന് മുമ്പ് നമ്മുടെ പഴയ സമ്പ്രദായത്തിൽ 15 മുതൽ 16% വരെ 15%-ലധികമായിരുന്നു റവന്യൂ ന്യൂട്രൽ റേറ്റ്. 100 രൂപ ആകെ കച്ചവടം ഉണ്ടെങ്കിൽ 15 രൂപ ടാക്സ് ഉണ്ടായിരുന്നു. സർ, ഈ 14% വരുന്നില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ ആദ്യത്തെ 5 വർഷക്കാലം അവർ അതുകൂടെ തികച്ചു തരുന്നതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം വന്നത്. അങ്ങനെ നമുക്ക് 12,000-13,000 കോടി രൂപ വെച്ച് വർഷം കിട്ടിക്കൊണ്ടിരുന്നതാണ്. 5 വർഷമേ കിട്ടിയുള്ളൂ. 2022 തീർന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആ കുറവ് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല സർ. എന്ന് മാത്രമല്ല സർ, ഈ റവന്യൂ ന്യൂട്രൽ റേറ്റ് 15.5% ഉണ്ടായിരുന്നത് ഇപ്പോൾ 11% താഴെയായി സർ. എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റങ്ങൾക്ക് ഇവർ വലിയ ലക്ഷറി ഐറ്റങ്ങൾക്ക് ടാക്സ് കുറച്ചു. കൗൺസിൽ എന്ന് പറയുമ്പം സ്റ്റേറ്റുകൾ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വശത്തു കൂടി റവന്യൂ ന്യൂട്രൽ റേറ്റ് കുറയ്ക്കുന്ന തരത്തിലേക്ക് ആർബിട്രറി ആയിട്ട് ടാക്സുകൾ കുറച്ചു, ലക്ഷറി ഐറ്റങ്ങൾക്ക് പ്രത്യേകിച്ചും. മറുവശത്ത് നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള അഷ്വർ ചെയ്തത് 15-ാം വർഷം മുതൽ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ മുതൽ നമുക്കൊരു പ്രതിവർഷം 14% വീതം ഉണ്ടായിരുന്ന വർധനയുണ്ടെങ്കിൽ 12,000-14,000 കോടി രൂപ അധികം വരേണ്ടതാണ്. അതും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. GST സമ്പ്രദായത്തിൻ്റെ ഈ പൊള്ളത്തരങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നം നമ്മൾ നേരിടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളും ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സർ. ശ്രീ തോമസ് കെ തോമസ്. സാർ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് അങ്ങ്. സാറിൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം സർക്കാരിൻ്റെ സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ സ്വകാര്യ സഹകരണ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് അവസരം നൽകുമോ? കുട്ടനാടിന് ഒരു പ്രത്യേകത തന്ന് സഹായിക്കുമോ? സർ, സർക്കാരിൻ്റെ പ്രത്യേക പ്രാധാന്യമുള്ളൊരു മേഖല നമ്മുടെ നാട്ടിൽ ധാരാളം നിക്ഷേപം അത് മുടക്കാൻ പറ്റുന്ന ആളുകൾ അതിലേക്ക് വരണമെന്നുള്ളതാണ് സർ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തിൽ നേരത്തെ മുതൽ ഉള്ള കാര്യം തന്നെയാണ്. 57-ലെ ഒന്നാമത്തെ ഗവൺമെൻറ് കാലം മുതൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യമുണ്ട്. അത് നല്ലതുപോലെ വരണം. പ്രവാസികൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ടൂറിസം തുടങ്ങിയ മേഖലയിൽ പ്രത്യേക പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. തൊട്ടുമുമ്പ് നമ്മുടെ പോർട്ട് സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ട്രയാങ്കിൾ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു സർ. അതിനകത്ത് എല്ലാം ധാരാളം സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെ, ലാൻഡ് പൂളിംഗ് ഉൾപ്പെടെ, സ്വകാര്യ PPP മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, എറണാകുളത്തുനിന്ന് കോയമ്പത്തൂർ വഴി അങ്ങ് ബാംഗ്ലൂരിനുള്ള കോറിഡോറുണ്ട്, കോഴിക്കോട് നിന്ന് മംഗലാപുരം കോറിഡോറുണ്ട് സർ. എല്ലാ സ്ഥലത്തും സ്വകാര്യ നിക്ഷേപത്തിന് പ്രത്യേക പ്രയോറിറ്റി കൊടുക്കുന്നു സർ. ടൂറിസത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത് KFC 50 കോടി രൂപ വരെ ഹോട്ടൽ പ്രൊജക്റ്റിന് കൊടുക്കും. 2% അതിനൊരു പലിശ സബ്സിഡിയോട് കൊടുക്കാൻ വേണ്ടി KFC ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖല ഈ ടൂറിസം പോലെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അവിടെ ടൂറിസം മേഖലയിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞു.
ടൂറിസത്തിന് ഇലക്ട്രിസിറ്റി റേറ്റുകളിലൊക്കെ ഹയർ റേറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് തുടങ്ങുന്നില്ല. പക്ഷേ വ്യവസായത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇത് തുടങ്ങുന്നതിന് അത് ആരംഭിക്കുന്നതിനും മറ്റുമുള്ള കണ്ടീഷൻസിനകത്ത് വ്യവസായത്തിന് പോലെ സ്റ്റാറ്റസ് കൊടുക്കുമെന്നും ഇവിടെ പറഞ്ഞാണ് സാർ. ഇതെല്ലാം സ്വകാര്യ മേഖലയുടെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിക്ഷേപത്തിനും കേരളത്തിൽ കൂടുതൽ ജോലി ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഭാഗമാണ് സാർ. ശ്രീ കെ പി മോഹനൻ. ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അങ്ങ് നൽകിയത് മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിച്ചും പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന ബഹുതല സ്പർശിയായ വികസന പന്ഥാവിലൂടെ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സാർ. സാർ, മനുഷ്യ വിഭവശേഷിയാണ് സാർ നമ്മുടെ ഏറ്റവും വലിയ സ്രോതസ്. ഇന്ന് കേരളത്തിൻ്റെ വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള അത് വിദേശത്തേക്ക് കയറ്റി അയക്കപ്പെടുകയാണ് സാർ. നമ്മുടെ മനുഷ്യ സ്രോതസ് അത് കേരളത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാർ കേരളത്തിൻ്റെ മനുഷ്യ വിഭവശേഷി സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ എന്തൊക്കെ നടപടികളാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സാർ, വളരെ പ്രധാനപ്പെട്ട ചോദ്യവും കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യമാണ് സാർ ബഹുമാനപ്പെട്ട മെമ്പറോട് ഉന്നയിച്ചത്. മനുഷ്യ വിഭവശേഷിയുടെ പ്രശ്നം നമ്മുടെ ആളുകൾ തൊഴിലിന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല സാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന കണക്ക് പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ കണക്ക് പറഞ്ഞപ്പോൾ 2,98,000 പേരെ ഒരു വർഷം ചേരുന്നുള്ളൂ, അൺഎയ്ഡഡ് ഉൾപ്പെടെ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയിലുണ്ടായ ഒരു കുറവ് വ്യക്തമാണ്. കാരണം നേരത്തെ 6 ലക്ഷം പേര് ചേർന്നോട്ടിരുന്നതാണ്. വികസിത രാജ്യങ്ങളിലെല്ലാം ജനസംഖ്യ കുറവ് വരും. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത് കേരളത്തിൽ ആവശ്യത്തിന് ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് നേരത്തെ പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, തൊഴിലിനും കൂടി പോകുന്നു. ഈ തൊഴിലിന് അവിടെ വളരെ ചീപ്പ് ലേബറും അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ ആളുകളെ കിട്ടാൻ വേണ്ടി വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ആളുകളെ ആവശ്യമുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ എംപ്ലോയ്മെൻറ്റിന് ആളെ കിട്ടും. സാർ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ടെക്നോളജി വളരെയേറെ വികസിച്ചൊരു കാലഘട്ടത്തിൽ ലോകത്തേത് ജോലിയും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമുക്കുണ്ട് എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രത്യേകത നമ്മൾ എടുക്കേണ്ടത്. അത് പൊതുവിൽ കേരളത്തിൻ്റെ ആകെ പ്രശ്നമാണ് സാർ. അതുകൊണ്ട് നമ്മൾ കേരളത്തിനകത്ത് ഏത് ആധുനിക ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റണം, അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് സാർ ഗവൺമെൻറ് ചെയ്യുന്നത്. അതിനൊപ്പം ഏറ്റവും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഏത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല സാർ. അതുകൊണ്ടാണ് സാമൂഹ്യക്ഷേമ പെൻഷനായാലും കാരുണ്യ പോലുള്ള ചികിത്സാ പദ്ധതി ആയാലും അതിദരിദ്രരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന കാര്യമായാലും എല്ലാവർക്കും വീട് കൊടുക്കുന്ന കാര്യങ്ങളായാലും ഇത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആധുനികമായിട്ടുള്ള തൊഴിലും നമ്മുടെ മനുഷ്യവിഭവശേഷി ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് സർക്കാർ ആലോചിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സാർ, വിവിധ കാരണങ്ങളാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയ നേതൃത്വം നൽകിയ ബഹുമാന്യനായ ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം, സാർ, നികുതി പരിഷ്കരിക്കുമ്പോൾ കൂടുതൽ സമ്പത്തുള്ളവരിൽ നിന്നും കൂടുതൽ നികുതി പിരിക്കുന്നതിനും ദുർബലർക്കും അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കും പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്കും നികുതി ഇളവ് നൽകിയും നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ഈ സർക്കാരിൻ്റെ നയം തന്നെ അതാണ് സാർ. ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തിന് കൈത്താങ്ങാകുക എന്നുള്ള സമീപനങ്ങൾ തന്നെയാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കാര്യങ്ങളിൽ വന്ന മാറ്റവും മുന്നേറ്റവും ഇതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് സാർ. 5 വർഷം ഈ ഗവൺമെൻറ് വന്ന 4 വർഷക്കാലവും അതിന് തൊട്ട് മുമ്പുള്ള 5 വർഷക്കാലവും അതിനു മുമ്പുള്ള കണക്കെടുത്താൽ കോവിഡിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്ന സമയമാണ് തൊട്ട് മുമ്പത്തെ 5 വർഷക്കാലം, പ്രളയവും കോവിഡും എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ പണം നമുക്ക് 5% വരെ GST-യുടെ 5% വരെ ഒരു ഘട്ടത്തിൽ ലോൺ എടുക്കാൻ അവസരം വരെ കിട്ടിയിരുന്നു. 4% നമ്മൾ എടുത്തിരുന്നു. ആ സമയത്ത് 1,16,000 കോടി രൂപയാണ് സാർ ഒരു വർഷം ശരാശരി സർക്കാർ ചിലവാക്കി 5 വർഷത്തെ കണക്കെടുത്താൽ. സാർ, ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ അത് 1,65,000 66,000 എത്തി സാർ. അതിനകത്ത് സന്തോഷകരമായ കാര്യം, ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം സാർ, സർക്കാർ ഈ ഗവൺമെൻറ്റും കേരളവും ഒരു ടേക്ക് ഓഫിലാണ്. കാരണം ആദ്യത്തെ 3 വർഷക്കാലം 1,60,000 കോടി 1,60,000 കോടി നേരത്തെ 1,16,000 കോടിയിൽ നിന്ന് ഈ ബുദ്ധിമുട്ടുള്ള കാലത്തും 1,60,000 കോടി മാത്രമേ 3 വർഷം ചിലവാക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഈ വർഷം 1,78,000 കോടി ചിലവാക്കാൻ കഴിയും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത് കണക്കുകൾ ഫൈനലാവുമ്പോൾ. എന്ന് മാത്രമല്ല, അടുത്ത വർഷം 2,01,000 കോടിയെങ്കിലും ആവുന്ന തരത്തിലേക്ക് 2 ട്രില്യൺ എന്ന നിലയിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പോവുകയാണ്. അത് കേരളത്തിലാകെ ഉണ്ടാകുന്ന നമുക്കെല്ലാം കൂടിയുള്ള ഒരു നേട്ടത്തിൻ്റെ ഭാഗമാണ് സാർ. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മഹാഭൂരിപക്ഷവും ഏറ്റവും സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിൽ. ആ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സാർ. ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, സമയം എടുക്കുകയല്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നായ തെലുങ്കാന
വളരെ ഞങ്ങൾ പൊളിറ്റിക്കലി കാര്യങ്ങളിലും ഒരു ഫെഡറലിസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. തെലങ്കാനയിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വല്ലാതെ ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സർക്കാർ ജീവനക്കാർ ഇനി തൊട്ട് 1-ാം തീയതി ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. DA അങ്ങേയറ്റം വേണ്ടതാണ്, DA തരേണ്ടതാണ്, പക്ഷേ DA നിങ്ങൾ ഡിമാൻഡ് ചെയ്യരുത്. സർക്കാർ ജീവനക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞാണ്. ഞാൻ ആ മുഖ്യമന്ത്രി പറഞ്ഞതിനെ അല്ല വിമർശിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നം, ഇന്ത്യയിലെ ഏറ്റവും 3,80,00,000 ആളുകളുണ്ട്. നമ്മളെക്കാളും GSDP വർധനയുണ്ട്, നമ്മളെക്കാളും വരുമാനമുണ്ട്. ആ സംസ്ഥാനം ഉൾപ്പെടെ ഇപ്പോൾ നേരിടുന്നു. ശമ്പളം നമ്മളെക്കാളും കുറവാണ്, ശമ്പളത്തിൻ്റെ പെർസെൻറ്റേജ് നമ്മളെക്കാളും കുറവാണ്. ആകെ സ്കൂളുകൾ എടുത്താൽ 13,500 സ്കൂളാണ് കേരളത്തിലുള്ളത്, സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും. 6,500 സ്കൂളേ ഉള്ളൂ തെലങ്കാനയിൽ. പക്ഷേ തെലങ്കാന നമുക്ക് ശരാശരി നല്ല മെച്ചമുള്ള സ്ഥലമാണ്. അവിടെ പോലും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാണ്. ഞാൻ അതിനകത്തൊരു ആ ഗവൺമെൻറ്റിനെ കമ്പയർ ചെയ്ത് പറയല്ല. നമ്മളെക്കാളും സാമ്പത്തികമായി നിൽക്കുന്ന ആ സ്റ്റേറ്റിൽ പോലും അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് ശമ്പളം 1-ാം തീയതി തരാൻ പറ്റില്ല. നേരത്തെ തന്നെ ഹിമാചൽ പ്രദേശിൽ ശമ്പളം 1-ാം തീയതി കൊടുക്കുന്നില്ല സാർ. DAയുടെ കാര്യത്തിൽ ഈ പ്രശ്നം വരുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഇന്ത്യയിൽ വരുമ്പോഴാണ് നമ്മൾ ഈ കേരളം ഇതിനെല്ലാം നേരിട്ട് ഇത്രയും വലിയ പ്രതിസന്ധി നമുക്ക് വെട്ടിക്കുറവ് വലിയ തോതിൽ വരുത്തിയിട്ട് പോലും സാർ ഏകദേശം 12,000 കോടി രൂപയിലത് സാർ കിഫ്ബിയുടെയും പെൻഷൻകാരുടെ പേരിൽ ഒരു വർഷം വെട്ടിക്കുറയ്ക്കുന്നു സാർ. നേരത്തെ ഞാൻ പറഞ്ഞു GSTയുടെ കാര്യത്തിനകത്ത് വലിയ വെട്ടിക്കുറവ് വന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കേരളത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു കാര്യമല്ല ഞങ്ങൾ പറഞ്ഞത്. എല്ലാവരെയും ചേർത്ത് എല്ലാ മേഖലയെയും വികസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ്. അതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി ഏറ്റവും സാധാരണക്കാർക്ക് തന്നെയാണ്. അതിനുള്ള പ്രയോറിറ്റിയാണ് സാർ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ഇപ്പോൾ ലൈഫ് പോലുള്ള പദ്ധതികൾക്കും മറ്റു കാര്യങ്ങൾക്കും വെച്ചത് ഈ ഗവൺമെൻറ്റാണ് സാർ. ശ്രീ പി അനിൽകുമാർ, നമ്മൾ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ്. ഇനി 14 ദിവസം മാത്രമാണ് ഈ സാമ്പത്തിക വർഷം തീരാനുള്ളത്. സാർ, നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വീതം ചെലവഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്ന ദിവസങ്ങളാണിത്. സാർ, എൻ്റെ ചോദ്യം, ഇപ്പോൾ തന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വീതം ചെലവഴിച്ചുമായി ബന്ധപ്പെട്ട ശതമാനക്കണക്കെടുക്കുമ്പോൾ വളരെ കുറവാണ്. ഈ ദിവസങ്ങളിലാണ് അത് കൂടി വരേണ്ടത്. സാർ, ഈ ഒരു സന്ദർഭത്തിൽ ആവശ്യമായ പണം അവർക്ക് ലഭിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. സാർ, എൻ്റെ ചോദ്യം, ഇപ്പോൾ ട്രഷറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം നിലവിലുണ്ടോ? അങ്ങനെ നിലവിലുണ്ട് എത്ര പരിധി വരെയാണ് നിയന്ത്രണമുള്ളത്? ആ നിയന്ത്രണം ഈ ഒരു അവസാന ഘട്ടത്തിലെങ്കിലും നീക്കാനുള്ള എന്തെങ്കിലും നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും? യെസ് മിനിസ്റ്റർ. സാർ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് മാർച്ച് മാസത്തിലാണ് സാർ. ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ 73% അവരുടെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാണ് കണക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പേയ്മെൻറ്റിൻ്റെ അകത്ത് കുറവ് വരില്ല, കഴിഞ്ഞ വർഷത്തേക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിന് സംശയമില്ല സാർ. അതുപോലെ ട്രഷറിയിൽ പൊതുവിൽ 25 ലക്ഷത്തിൻ്റെ ഒരു നിയന്ത്രണം, 25 ലക്ഷം രൂപയ്ക്ക് മേലുള്ള ചെക്കുകൾക്ക് ഒരു നിയന്ത്രണം നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് നേരത്തെ ഒരു ഘട്ടത്തിൽ 5 ലക്ഷം വരെയൊക്കെ ആക്കിയിരുന്നു ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ. ആ കാര്യത്തിനകത്തുള്ള നിയന്ത്രണം ഉണ്ടെങ്കിലും BDS വഴി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സാധാരണ പേയ്മെൻറ്റുകൾക്ക് ഒന്നും തടസ്സം വരില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സാർ. അത് നടക്കുന്നതാണ്. സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ പെർസെൻറ്റേജിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ പി ബാലചന്ദ്രൻ. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളിൽ നടപ്പാക്കാത്തവ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. 1% വിഹിതത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ് മിനിസ്റ്റർ. ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ പൊതുവെ വെച്ച ശതമാനം നമുക്ക് കുറവാണെന്നുള്ളത് 1.92 അത് മാത്രമല്ല സാർ. ഇന്ത്യ ഗവൺമെൻറ് പൊതുവിൽ അംഗീകരിച്ച അല്ലെങ്കിൽ പൊതുവിൽ ധനകാര്യ കമ്മീഷൻ പറഞ്ഞത് ആകെയുള്ള താഴോട്ട് കേന്ദ്ര ഗവൺമെൻറ് ആകെ വരുമാനത്തിൻ്റെ 41% സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി കൊടുക്കണമെന്നാണ്. പക്ഷേ ഫലത്തിൽ അത് 25-ന് താഴുന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. സെസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വേറെ പിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഈ കാര്യം പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് സാർ. ഈ ധനകാര്യ കമ്മീഷന് മുമ്പിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കേരളത്തിൻ്റെ പൊതു താല്പര്യം ഉന്നയിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ ആ വെട്ടിക്കുറവ് ഫലത്തിൽ ഈ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് വന്നിട്ടുണ്ട് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്. സാർ, ഒരു സേഫ് ലാൻഡിങ്ങിൻ്റെ സമയത്താണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇപ്പോൾ വലിയ ടേക്ക് ഓഫിൻ്റെ കാര്യം പറയുന്നത്. മാത്രമല്ല 50% പ്ലാൻ കട്ടുണ്ട് ഇപ്പോൾ. ഏതായാലും മനസ്സിലാക്കുന്നത് കൺട്രോൾ ഉണ്ടല്ലോ. ധനകാര്യ വകുപ്പ് പാസ്സാക്കിയ സംഗതി തന്നെ 50% ചിലവാക്കുന്നുള്ളൂ. അവിടെ തന്നെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇങ്ങനെ ട്രില്യൻ്റെ കണക്കൊക്കെ പറയുന്നതിൻ്റെ പ്രതീക്ഷ എന്താണെന്നൊരു പിടി കിട്ടുന്നില്ല. എന്താണിപ്പോൾ നമുക്ക് വരാനുള്ളത്? വല്ലതും വരാനുണ്ടെങ്കിൽ സന്തോഷം തന്നെ ഉള്ളൂ. സാർ, ഈ ധനകാര്യ വകുപ്പിനൊരു പ്രശ്നമുണ്ട് സാർ.
പറയുന്ന കാര്യങ്ങൾ മൊത്തം ഈ ബുക്കിലും കണക്കിലും അടിച്ചു വരും സാർ. പ്രസ്താവിച്ചൊന്നും പോകാൻ പറ്റില്ല. CNDAGയുടെ കണക്ക് ഓരോ വർഷം ഓഡിറ്റ് ചെയ്ത് വരുന്ന കണക്കാണല്ലോ അടുത്ത വർഷം വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ഈ വർഷം 1,78,000 കോടി സ്പെൻഡിങ്ങിലേക്ക് നമ്മൾ പോകും. ചിലപ്പോൾ അതിനകത്ത് 2,000-3,000 ഒക്കെ കണക്ക് വരുമ്പോൾ സെറ്റിൽ ചെയ്യുമ്പോൾ കാണും. പക്ഷേ 1,60,000 1,59,000 കടന്നിട്ട് 1,68,000 ഈ വർഷത്തെ ആക്ച്വൽ പോകുന്നു. അടുത്ത വർഷം 2,00,000 കോടിയിലേക്ക് അധികം 2,00,000 കോടിയിലേക്ക് അതിന് മുകളിലും വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ആ കണക്കുകളുണ്ട്. എനിക്ക് വെറുതെ ബ്ലഫ് ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല. എനിക്കെന്നല്ല ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ധനകാര്യ വകുപ്പിനും കണക്കിനും പറയാൻ പറ്റില്ല. കാരണം ഇതിന് ഓഡിറ്റഡ് ആണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് സാർ അങ്ങ് വിശ്വസിക്കണം, രാഷ്ട്രീയത്തിന് അതീതമായി ഈ പറയുന്നതിനകത്ത് കുറച്ച് വസ്തുതയുണ്ടെന്ന് അങ്ങ് വിശ്വസിക്കണം. ഏതായാലും ഈ കാര്യങ്ങൾ നടക്കുമെന്ന് മാത്രമല്ല സാർ, കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ഥിതി തന്നെ ആയിരിക്കും ഈ വർഷത്തെ അക്കൗണ്ട് പൂർത്തീകരിക്കുന്നത്. സാർ, നല്ല സേഫ് ലാൻഡിങ് ഈ വർഷം വന്നാലേ സാർ നല്ല ടേക്ക് ഓഫ് ഉണ്ടാവുക. സാർ, ഈ വർഷം നല്ല സാമ്പത്തികമായ നല്ല ലാൻഡിങ് വന്നാൽ അടുത്ത വർഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട ടേക്ക് ഓഫ് ആയിരിക്കും. കുറച്ചുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ആയിരിക്കും അടുത്ത വർഷത്തെ ചെലവുകൾ. സാർ, നല്ല ടേക്ക് ഓഫിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലും പ്രവർത്തനങ്ങളിലുമാണ് ധനകാര്യ വകുപ്പ് ഏർപ്പെട്ടിട്ടുള്ളത്. അധിക വരുമാനത്തിന് വകുപ്പിൽ വരുത്തുന്ന ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഒന്ന് ഈ സഭയിൽ വ്യക്തമാക്കുന്നത് നല്ലതാണ്. ഇതിലേറ്റവും പ്രധാനം GST വകുപ്പിന് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള വാഹനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലും കണ്ണൂരിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് കുറച്ച് നാളായി അവിടെ GST ഭവൻ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? വൈഫ് GST കമ്മീഷണറാണ്, അത് പറയാൻ പാടില്ല. സാർ, ഈ ടാക്സ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം പ്രത്യേക പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം GSTയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ ഈ വർഷം തന്നെ എനിക്കൊന്നിപ്പം എൻ്റെ ഓർമ്മ 37 വാഹനങ്ങൾക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തു കഴിഞ്ഞു. ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം എന്ന് മാത്രമല്ല സാർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ആയാലും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ വാഹനത്തിന് ഈ ഫൈനൽ ടൈമിൽ തന്നെ ഇപ്പോൾ വരുന്നതെല്ലാം നമ്മൾ അനുവാദം കൊടുക്കുന്നു. സാർ, 100 കോടി രൂപ അധികം വെച്ചിരുന്നത് വാഹനങ്ങൾ, കാരണം 15 വർഷമായ വാഹനങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി പണം നമ്മൾ പ്രത്യേകം ബഡ്ജറ്റ് വെച്ചിരുന്നു. എല്ലാ ടാക്സ് ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രയോറിറ്റി കൊടുക്കും. കണ്ണൂരിലെ GST ഓഫീസിൻ്റെ ഒരു പ്രശ്നം, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് GST ഓഫീസ് പണിയുന്നതിൻ്റെ നേരത്തെ തന്നെ തീരുമാനിച്ചാണ്. അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് പൂർത്തീകരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ വാഹനങ്ങളും സൗകര്യങ്ങളും എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓർഡറുകൾ പോയിട്ടുണ്ട് സാർ. ചോദ്യം നമ്പർ 334 ശ്രീ സജീവ് ജോസഫ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ആൻസർ ടേബിൾ ചെയ്തോ സാർ? ഇതും പൊതുവിൽ ധനകാര്യ അവസ്ഥ സംബന്ധിച്ചുള്ള ചോദ്യമാണ് സാർ. സാർ, ഇതിനകത്ത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് സംബന്ധിച്ച് ചില സംശയങ്ങളാണ് സാർ. സാർ, ബജറ്റിനോടനുബന്ധിച്ച് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന അതത് വർഷങ്ങളിലെ സാമ്പത്തിക അവലോകനം, ധനകാര്യ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി ആൻഡ് സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ ഫോർ കേരള എന്നീ രേഖകളിൽ സംസ്ഥാനത്തിൻ്റെ മുൻ വർഷങ്ങളിലെ പ്രധാന ധനലക്ഷ്യങ്ങൾ അവലോകനം ചെയ്യാറുണ്ട്. സാർ, ഇതിനകത്ത് ഈ പറഞ്ഞ കണക്കുകളുടെ എല്ലാ വിശദാംശങ്ങളും ഞാൻ പറയുന്നില്ല, വലിയ മറുപടിയാണ് സാർ. 2021, 22, 22, 23 ഈ സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി GSDPയുടെ ശതമാനത്തിൽ യഥാക്രമം 2.6, 2.25% വീതമായിരുന്നത് 2023-24 സാമ്പത്തിക വർഷത്തിൽ 1.58% കുറച്ചുകൊണ്ടുവരാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഈ കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്കുകൾ അതിനകത്തുണ്ട് സാർ. 2023, 24, 2022, 23, 24 എന്നീ സാമ്പത്തിക വർഷങ്ങളിൽ റവന്യൂ കമ്മി GSDPയുടെ ശതമാനത്തിൽ ബജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ നേട്ടം കൈവരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങൾ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. 2022-23 2.3% സാർ എസ്റ്റിമേറ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് 0.9% കുറഞ്ഞു. 2023-24 2.11% അത് 1.58% കുറഞ്ഞു. സാർ, 2024-25 സ്പെസിഫിക് ചോദ്യം വന്നിട്ടുണ്ട് സാർ. 2024-25 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിൽ റവന്യൂ കമ്മി GSDPയുടെ 2.29% ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും അക്കൗണ്ടന്റ് ജനറലിൻ്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ നേട്ടം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സാർ, പ്രതിസന്ധികൾക്കിടയിലും ധന ഉത്തരവാദിത്ത ആക്ടിൽ പരാമർശിക്കുന്നതും 15ാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചതുമായ ധനദൃഢീകരണ പാതയ്ക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ ധനക്കമ്മിയും മൊത്ത ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം നിലനിർത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശം പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട് സാർ. അതിനകത്ത് 21-22 4.5% കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശം. സാർ, നമുക്ക് 4.04 അത് നിർത്താൻ പറ്റിയിട്ടുണ്ട്. 2022-23 4% GSDP നമ്മുടെ അതിനകത്ത് ധനക്കമ്മി അവരനുവദിച്ചിട്ടുള്ള അനുവാദം പെർസെൻറ്റേജ് അത് 2.5,
ഉള്ളപ്പോൾ 2.5 തന്നെ നമുക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ 2022-23 3.5% സാർ ഫിസിക്കൽ ഡെഫിസിറ്റ് അവരുടെ അനുവദിച്ച പെർസെൻറ്റേജ്. പക്ഷേ അത് 2.99% നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധനകാര്യകാര്യത്തിനകത്ത് നമുക്ക് ഈ കാര്യങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. ഈ വർഷത്തെ കണക്കുകൾ വരുമ്പോഴും നമ്മൾ വിചാരിച്ചതിനേക്കാളും മെച്ചപ്പെട്ട തരത്തിൽ, അല്ലെങ്കിൽ പറഞ്ഞ എസ്റ്റിമേറ്റിനേക്കാളും മെച്ചപ്പെട്ട തരത്തിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് സാർ പ്രതീക്ഷ. ശ്രീ സജീവ് ജോസഫ്. സാർ, മുൻ സർക്കാരുകൾ പ്ലാൻ ഫണ്ടിൻ്റെയും ബഡ്ജറ്റിൻ്റെയും ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന നിർമ്മാണ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇപ്പോൾ കിഫ്ബിയും KSSBയും നടത്തിവരുന്ന സാഹചര്യമാണുള്ളത്. സാർ, ഈ സംവിധാനങ്ങളുടെ വായ്പാ കുടിശ്ശിക ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനത്തെ റവന്യൂ കമ്മി ഇതിലും ഉയരും എന്നത് ഒരു വസ്തുതയല്ലേ? സംബന്ധിച്ച് വിശദീകരിക്കാം. സാർ, ഇത് അന്ന് തൊട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം പറയുന്നൊരാവശ്യമാണ് ഈ കടം മൊത്തം സംസ്ഥാനത്തിൻ്റെ പൊതുക്കടത്തി വരുത്തണം. എന്തായാലും നിങ്ങൾ പറഞ്ഞത് അവസാനം അത് CNTAGയും കേന്ദ്ര ഗവൺമെൻറ്റും വന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സാർ വലിയ വെട്ടിക്കുറവ് വന്നത്. വാസ്തവത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നത് സാർ ഈ വർഷം 4800 കോടിയോളമാണ് സാർ മുൻപെടുത്ത കടം എന്ന് പറഞ്ഞത് നമുക്ക് ഈ വർഷം എടുക്കേണ്ടത്. നേരത്തെ അത് ബാധിച്ചിരുന്നല്ല, അത് എടുക്കേണ്ട ഒരു പേര് വെട്ടിക്കുറയ്ക്കുന്നത്. ഏകദേശം 12,000 കോടി രൂപ ഈ വർഷം നമുക്ക് ചെലവാക്കേണ്ടതിൽ കേന്ദ്രത്തിൻ്റെ പല നിയന്ത്രണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട്, നേരത്തെ നിങ്ങളും ഉൾപ്പെടെ പറഞ്ഞ ഇത് കിഫ്ബി എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ബാധ്യതയാണ്. അതുകൊണ്ട് പൊതുക്കടത്തി വരുത്തണം എന്നുള്ളതുകൊണ്ട് 12,000 കോടി രൂപ ഈ വർഷവും അതിൻ്റെ കുറവ് വരുന്നുണ്ട് സാർ. എന്ന് മാത്രമല്ല, എപ്പോഴും പുറത്തു വരാത്തൊരു കണക്കൂടി ഞാൻ പറയാം സാർ. ഞങ്ങൾ ഈ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഈ പെൻഷൻ കമ്പനിയുടെ ബാധ്യത ഏകദേശം 30,000 കോടിയായിരുന്നു. അത് നേരത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടത്തി വരുമായിരുന്നില്ല സാർ. അതിപ്പോൾ 13,000 കോടിയായിട്ട് എല്ലാ വർഷവും ആവർത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പണം മൊത്തം ഏകദേശം 20,000 കോടി രൂപ ഇപ്പോൾ ഈ പൊതുക്കണക്കിൽ വരാത്ത പെൻഷൻ കമ്പനിയുടെ പേരിലെടുത്ത കടവും കൊടുത്തു തീർക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കൊടുത്തു. കാരണം ഈ നിയമം വന്നുകൊണ്ടാണ് സാർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചതുപോലെ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേന്ദ്രം ശക്തമായി പിടിമുറുക്കി നമ്മുടെ കഴുത്തിന് പിടിച്ച് കുറച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ നന്നായി നിൽക്കുന്നു എന്നുള്ളതാണ് സാർ സന്തോഷകരമായ കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, കേരളത്തിലെ നികുതി വരുമാനത്തിൽ പ്രധാന പങ്ക് പെട്രോൾ ഡീസൽ നികുതി ഇനത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. സാർ, സംസ്ഥാന സർക്കാർ പ്ലീസ് ബഹളം ഉണ്ടാക്കല്ല, അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്. സാർ, കേരളത്തിലെ നികുതി വരുമാനത്തിൽ പ്രധാന പങ്ക് പെട്രോൾ ഡീസൽ നികുതി ഇനത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ സെസ് ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ധനത്തിൻ്റെ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടൊക്കെയാണ് സാർ ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുന്നത്. സാർ, ഈ സാഹചര്യത്തിൽ സെസ് പിൻവലിക്കാനുള്ള നടപടി സ്വീകരിക്കും, അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്? മിനിസ്റ്റർ, സെസ് പിൻവലിക്കും സാർ. പെട്രോൾ ഡീസലിൻ്റെയും അതുപോലെ മദ്യത്തിൻ്റെയും 2 കാര്യം മാത്രമാണ് സാർ നമുക്ക് ഈ GSTക്ക് പുറത്തുള്ളത്. അതിനകത്ത് ഈ സെസ്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വരുമാനം വരുന്നില്ല എന്നുള്ള നേരത്തെ കണക്കുകൾ വെച്ചിട്ടുള്ളതാണ്. സെസ് ഏർപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് വലിയ തോതിൽ അതിൻ്റെ പേരിൽ സെയിൽസ് കുറഞ്ഞു എന്ന് പറയാനും പറ്റില്ല സാർ. മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ പെട്രോൾ നമ്മുടെ നാട്ടിലേക്ക്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും ഡീസൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ കർണാടകത്തിലും ഇടയ്ക്ക് അവർ ഈ സോഷ്യൽ വെൽഫെയർ കാര്യങ്ങൾ വന്നപ്പോൾ അവിടുത്തെ ടാക്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കൂട്ടിയതിന് ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞതിന് ശേഷം എത്ര വർഷമായിട്ട് നമ്മൾ തൊട്ടിട്ടില്ല, അവിടെ കൂട്ടേണ്ടി വന്നത് അവർ 40,000 കോടി രൂപയോളം അധികം ബാധ്യത വരുന്ന തരത്തിലേക്ക് ചില സ്കീമുകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നൊന്നും കണക്കാൻ പറ്റില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ പർപ്പസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടി ഒന്നും കൊടുക്കാതെ കൊണ്ടുവരാവുന്ന ചില പ്രൊവിഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ടാക്സുമായിട്ടോ നമ്മുടെ ടാക്സുമായിട്ടോ ബന്ധമില്ല. ഇൻഡസ്ട്രിയൽ പർപ്പസിനാകുമ്പോൾ അത് കൊണ്ടുവന്ന് വളരെ വില കുറച്ച് നമുക്ക് 10-15 രൂപയൊക്കെ കുറഞ്ഞ് കിട്ടും. ഇതിൻ്റെ പേരിൽ ചില കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിന് കുറേയേറെ വണ്ടികൾ പിടിച്ചെടുക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനെ അങ്ങനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ തരത്തിൽ നേരിടാൻ പറ്റില്ല. പ്രത്യേകിച്ചും നമുക്ക് പല സ്ഥലത്തും മാഹി, അതിനപ്പുറം കണ്ണൂർ, ഇപ്പുറത്ത് വടകര എന്ന നിലയിലേക്ക് പല സ്ഥലത്തൊന്നും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അത് ഈ പറഞ്ഞ നികുതിയുടെ പ്രശ്നമല്ല, അല്ലാതുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പൊതുവിൽ അല്ലാതുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, നമ്മളുടെ കണക്കുകളനുസരിച്ച് ശമ്പളത്തിന് 35%, പെൻഷന് 18%, പലിശയ്ക്ക് 24%, എല്ലാം കൂടി വരുമ്പോഴേക്ക് 77%. സാർ, ഇതിനകത്ത് ഒരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് ഇതിൽ പലതും. അതിന് വികസനത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്നതിൻ്റെ ബാലൻസ് മാത്രമാണ്. സാർ, അത് ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള, അതിൽ നമുക്ക് പലിശ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശമ്പളം കുറയ്ക്കാൻ പറ്റുമോ? പെൻഷൻ ഇല്ലാതാക്കാൻ പറ്റുമോ? അപ്പം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പലിശ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. സാർ, ഇപ്പോൾ പലിശ 24%. അങ്ങിപ്പോൾ സൂചിപ്പിച്ച കിഫ്ബിയുടെ തിരിച്ചടവ് ബാക്കി കൂടി വരുമ്പോൾ പലിശയുടെ പെർസെൻറ്റേജ് പിന്നെയും കൂടി വരികയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 23% നമ്മളുടെ ബാലൻസ് വരുന്നത് വീണ്ടും കുറഞ്ഞ് പോരുകയാണ്.
അങ്ങ് വളരെ നല്ല രൂപത്തിലുള്ള സംസ്ഥാനം മുന്നോട്ട് പോകുന്നു, നല്ല ലാൻഡിംഗ് ഉണ്ടാകുന്നു, നല്ല ടേക്ക് ഓഫ് ഉണ്ടാകുന്നു ഒക്കെയുള്ള അങ്ങയുടെ ചിന്തയോട് ഞാനും ഷെയർ ചെയ്യുകയാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്ന കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതുകൊണ്ട് പലിശ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടിയാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത്? സാർ, അങ്ങ് പറഞ്ഞതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. പലിശ കുറച്ചും ചെലവ് കുറച്ചുമാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങ് പറഞ്ഞത്. സാർ, പലിശ കുറയണം, പെർസെൻറ്റേജിനകത്ത് തർക്കമില്ല. സാർ, യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഇപ്പോൾ ഒരു വർഷം 24,000 കോടിയാണ് ടാക്സ് വിഹിതം കിട്ടുന്നതെങ്കിൽ നമ്മുടെ തത്തുല്യമായി കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റേറ്റുകൾക്ക് അത് 48,000 കോടിയായി എന്നുള്ള കണക്കുകളുണ്ടല്ലോ. കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റായിട്ടുള്ള UPയും ബീഹാറും ഒക്കെ എടുത്താൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കണക്കെടുക്കുന്നതെങ്കിലും അവർക്ക് 17% ജനസംഖ്യ ഉണ്ടെങ്കിൽ 18%-ലധികം അവർക്ക് കിട്ടുന്നുണ്ട്. ഏതാ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം? എല്ലായിടത്തും ആ കുറവ് വരുവാണ് സാർ. നമുക്ക് യഥാർത്ഥ പ്രശ്നം ഇന്ത്യ ഗവൺമെൻറ് ആകെ അവരുടെ ഒരു വർഷത്തെ വരുമാനം ഏകദേശം 50 ലക്ഷം കോടി രൂപയാണ് സാർ, വരവും ചെലവും. 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ വർഷം പറഞ്ഞു 4,90,000 കോടി സംതിങ് ആണ് ഈ വർഷം സംസ്ഥാനങ്ങൾക്ക് പുതുതായി കൊടുക്കാൻ തീരുമാനിച്ചത്. സാർ, 25 ലക്ഷം സംസ്ഥാനത്തിന് കൊടുക്കുന്നെങ്കിൽ 3% ആണെങ്കിൽ നമുക്ക് 75,000 കോടി കിട്ടണം. 25 ലക്ഷം കൊടുക്കുന്നെങ്കിൽ 3% ആണെങ്കിൽ അത്രയും കിട്ടണമല്ലോ. ഇനി 2.9% സംതിങ് ആണ് ഇപ്പോൾ പോപ്പുലേഷനെങ്കിൽ അതിനനുസരിച്ച് ചെറിയ കുറവ് വരും. സാർ, നമുക്ക് കിട്ടുന്നത് 33,000-34,000 കോടിയാണ്. സാർ, കിട്ടേണ്ടതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ സംയുക്തമായി പറയുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. അല്ലാതെ കടമെടുക്കുന്നതിന് പരിധിക്കകത്ത് എടുക്കാൻ പറ്റൂ, അതിൻ്റെ പലിശ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതും എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ സാർ, നാളെ എന്തിൽ നിന്നാണ് നമുക്ക് ഇൻകം ഉണ്ടാവുക? സാർ, എഫക്റ്റീവ് അപ്പോൾ അങ്ങ് പറഞ്ഞു ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടത്ര നടക്കുന്നില്ലെന്ന്. സാർ, ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസിൻ്റെ ആദ്യത്തെ ടേബിളിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അടുത്ത ഈ വർഷം 16,646 കോടി രൂപയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്ച്വൽ. പക്ഷേ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 22,806 കോടി നടന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കിഫ്ബി അടക്കമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ അത്രയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങയുടെ ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയുകയാണ്. അങ്ങയുടെ നേതാവ് മുഖ്യമന്ത്രിയായിട്ടുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നലെ, വി കനോട്ട് സ്പെൻഡ് മോർ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബിക്കോസ് ദ സിറ്റുവേഷൻ ഈസ് സോ വർസ്. സോ തെലങ്കാന പോലൊരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു വി ആർ നോട്ട് ഏബിൾ ടു സ്പെൻഡ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പറഞ്ഞത് വെറുതെ പത്രത്തിൽ പറഞ്ഞല്ല. ഡൽഹിയിൽ നടന്ന ഒരു കോൺക്ലേവിൽ, ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺക്ലേവിൽ തെലങ്കാന മുഖ്യമന്ത്രി അവിടെ പറഞ്ഞതാണ് തെലങ്കാന പോലൊരു സ്റ്റേറ്റിന് പോലും മൂലധനം നിക്ഷേപിക്കാൻ പറ്റുന്നില്ലാത്ത തരത്തിലേക്കാണ് ഈ സാമ്പത്തിക സമീപനം. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നമ്മൾ സംയുക്തമായി പറയേണ്ട കാര്യം അത് തന്നെയാണ് സാർ. അല്ലാതെ പലിശ കുറച്ച് നമുക്കിതെല്ലാം നിർത്താനല്ല. നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ബാധ്യത വരില്ല. ഇത്രയും ശ്വാസം പിടിച്ച് സാർ, ലാൻഡിങ്ങും ഒക്കെ ഉള്ള കാര്യമാണല്ലോ പറഞ്ഞത്. സുനിത വില്യംസിനെ പോലെ ഇത്രയും പ്രതിസന്ധിക്ക് ഇടയ്ക്കുമെന്ന് വീണ്ടും നാളെ നാട്ടിലേക്ക് എത്തുന്ന സുനിത വില്യംസിനെ പോലെ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറ്, അങ്ങ് നികുതി പിരിവ് ഊർജിതമാക്കുന്നു എന്നെല്ലാം അങ്ങ് പറഞ്ഞപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ റീ എസ്റ്റിമേഷൻ വന്നപ്പോൾ 3,000 കോടി കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ബഡ്ജറ്റിൻ ബ്രീഫിലെ A39 ടേബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 22,814 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഇതിൽ തന്നെ 16,201 കോടി രൂപ ഒരു തടസ്സവും കൂടാതെ പിരിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്. സാർ, ഇതിനെ ആരൊക്കെ നികുതി നൽകി ആരൊക്കെ നികുതി നൽകിയില്ല എന്ന് അറിയുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റ് വരുമ്പോഴാണ്. സാർ, CNTAGയുടെ 2023-24 റിപ്പോർട്ടിൽ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻറ്റേർണൽ ഓഡിറ്റിന് വിമുഖത കാണിക്കുകയാണ്. CNTAG നോട്ടീസ് കൊടുക്കുമ്പോഴാണ് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിന് അവർ തയ്യാറാകുന്നത് തന്നെ. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഇൻറ്റേർണൽ ഓഡിറ്റ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? ഇന്റേണൽ ഓഡിറ്റ് സാർ, നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഓഡിറ്റ് വളരെ കൃത്യമായി നടപ്പിലാക്കണമെന്നുള്ളത് സർക്കാരിൻ്റെ ഒരു സമീപനമാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സാർ, അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. പലപ്പോഴും ഇൻസ്പെക്ഷൻ വിങ്ങും പ്രത്യേകം പോയി പരിശോധിക്കുകയും ഓഡിറ്റ് വിങ്ങിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആ കാര്യം ശക്തമാക്കും സാർ. ശ്രീ TJ വിനോദ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനൊപ്പം ജനക്ഷേമവും കരുതലും എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പദ്ധതി അടങ്കിൻ്റെ 30% ഗ്രാൻഡായി അനുവദിക്കുന്നു. കൂടാതെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശമ്പളവും ബാധ്യതയും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് എഫക്റ്റ് പെർസിസ്റ്റൻ്റായ റവന്യൂ കമ്മിയാണ്. വിവിധ ധനകാര്യ കമ്മീഷനുകൾ സംസ്ഥാനത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് കമ്മി നികത്തുന്നതിലേക്കായി നോൺ പ്ലാൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ശുപാർശ ചെയ്യുകയും അത് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാൻഡ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്.
എൻ്റെ ചോദ്യം 14-15 ധനകാര്യ കമ്മീഷനുകൾ എന്തൊക്കെ നിബന്ധനകൾക്ക് വിധേയമായാണ് എത്ര ഗ്രാന്റ് ആണ് അനുവദിച്ചിട്ടുള്ളത്? ഈ നിബന്ധനകൾ സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ. സർ, വളരെ വിശദമായ കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. അതെല്ലാം ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല. എന്തായാലും സംസ്ഥാന സർക്കാർ പൊതുവിൽ ഈ നിബന്ധനകളെല്ലാം പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ തുക തരില്ല എന്ന് നമുക്കറിയാം. നിബന്ധനകളുടെ സ്ട്രിഞ്ചൻസിയുടെ ഉദാഹരണമാണല്ലോ ചൂരൽമലയിൽ ഇപ്പോൾ മാർച്ച് 31-നകം ചെലവാക്കണമെന്നുള്ളത്. ഇതുപോലെയൊക്കെയുള്ള നിബന്ധനകൾ ഉൾപ്പെടെയാണുള്ളത്. അപ്പോൾ നിബന്ധനകൾ പലതും പറയാറുണ്ട്. നമ്മൾ ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്രം അടുത്ത ആ ഗഡുവായിട്ടുള്ള പണം തരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ പാലിച്ച് തന്നെയാണ് പോകുന്നത്. പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ചില മാറ്റങ്ങൾ പ്രായോഗികമായുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ കേന്ദ്രത്തിൻ്റെ നിയമവും നിർദ്ദേശവും അനുസരിച്ച് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നു. ചോദ്യം നമ്പർ 335 ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, 2023-24 വർഷത്തെ നബാർഡ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ ഗ്രേഡ് സിയിൽ നിന്ന് ബിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ ടേബിൾ ചെയ്യുന്ന ചോദ്യം ചോദിക്കായിരുന്നു. താങ്ക് യു. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, കേരള ബാങ്കിനെ നബാർഡ് ഗ്രേഡിംഗ് സിയിൽ നിന്ന് ബിയിലേക്ക് ഉയർത്തി. അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് വിശദമാക്കാം. മിനിസ്റ്റർ. വ്യക്തിഗത വായ്പകൾ 25 ലക്ഷം രൂപ വരെയായിരുന്നു 40 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം ബാങ്കിന്റെ ഇമേജും വർദ്ധിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് കേരള ബാങ്ക് നൽകിയ ആനുകൂല്യങ്ങൾ എന്തെന്ന് വിശദമാക്കാമോ? മിനിസ്റ്റർ. സാർ, 207 പേർക്കായി 385.87 ലക്ഷം രൂപ എഴുതി തള്ളിയിരിക്കുന്നു. ഇതുകൂടാതെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പേഴ്സണൽ വായ്പ 2 ലക്ഷം രൂപ വെച്ച് നൽകി തുടങ്ങിയിരിക്കുന്നു. ശ്രീ കെ ജനീഷ് കുമാർ. സർ, ബാങ്കിംഗ് രംഗത്ത് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂതന പദ്ധതികൾ എന്തെല്ലാമാണെന്ന് വിശദമാക്കാം. മിനിസ്റ്റർ. ഇപ്പോൾ പ്രധാനമായി MSC വായ്പകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി 177 ബാങ്കുകൾക്ക് MSC പദ്ധതിയായിട്ട് വായ്പകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇനിയും ഉണ്ടാവും. ശ്രീ കെ പ്രേംകുമാർ. സർ, ടാക്സുകളെ വിവിധോദ്ദേശ സംഘങ്ങളാക്കുക, FPOകൾ രൂപീകരിച്ച് കാർഷിക ഉൽപ്പാദന വർധനവ് പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങളിൽ കേരള ബാങ്ക് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. ഇപ്പോൾ 100 FPO രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിൽ 36 എണ്ണം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ബാക്കിയോട് രൂപീകരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി. ശ്രീമതി ദലീമ. സർ, സംസ്ഥാനത്തെ ദുർബലാവസ്ഥയിലുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്കായി കേരള ബാങ്ക് പ്രത്യേക പുനരുദ്ധാരണ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മിനിസ്റ്റർ. ഇപ്പോൾ തയ്യാറാക്കി നബാർഡിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി 24-ാം തീയതി നബാർഡ് ചെയർമാൻ അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുകയാണ്. അത് ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് വരിക. ശ്രീ സണ്ണി ജോസഫ്. സാർ, ചെറുകിട ഭൂവുടമകളുടെ വീടും പറമ്പും ജപ്തി ചെയ്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനെ സംബന്ധിച്ച് എന്ത് നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്? ഇപ്പോഴും പല ബാങ്കുകളും ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. അതിനെ തടയാൻ എന്ത് നടപടിയാണ് കാർഷിക കടാശ്വാസം? മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതേ നിലപാടിൽ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പ്രൈമറി സംഘങ്ങൾക്ക് മാത്രമാണ് ആ കാര്യത്തിൽ നടപടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ 3 സെൻറ്റിൽ താഴെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ഇറക്കി വിടാതെ ജപ്തി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകും. അതായത് സർഫാസി ആക്ട് ആപ്ലിക്കബിളായിട്ടുള്ള VR ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ മറ്റ് നമ്മുടെ അർബൻ ബാങ്കുകളും ആ നടപടി സ്വീകരിക്കുന്നുണ്ട്. അവരെ അതിന് പിന്തിരിപ്പിക്കണമെങ്കിൽ കുറേ കൂടി ശ്രമങ്ങൾ വേണ്ടി വരും. കോടതി നടപടികളാണ്. ചോദ്യം നമ്പർ 336 ശ്രീ KM സച്ചിൻ ദേവ്, ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. താങ്ക് യു. ശ്രീ KM സച്ചിൻ ദേവ്. ചോദ്യമില്ല. സോറി, ചോദ്യം തന്നെ റദ്ദായി. സച്ചിൻ ദേവ് ആബ്സെന്റ്. ചോദ്യം നമ്പർ 337 ശ്രീമതി CK ആശ, ബഹുമാനപ്പെട്ട നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രി. സാർ, മേശപ്പുറത്ത് വയ്ക്കുന്നു. ശ്രീമതി CK ആശ, അതും ആബ്സെന്റാ. ചോദ്യം നമ്പർ 338 ശ്രീ AC മൊയ്തീൻ, നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രി. മേശപ്പുറത്ത് വയ്ക്കുന്നു. ശ്രീ AC മൊയ്തീൻ. ചോദ്യം പെട്ടെന്ന് ചോദിച്ചോ? ചോദിക്കാനില്ല സാർ. ചോദ്യം 338. ചോദ്യം മന്ത്രി ടേബിൾ ചെയ്തല്ലോ. വ്യവസായ മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാധികാരം നൽകുന്നതിനും അതിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? സണ്ണി കമ്മിറ്റിയുടെ ശുപാർശയുടെ പോളാന്നി കമ്മിറ്റി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ
വ്യവസായ വകുപ്പ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ഉത്തരവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം പരിഗണനയിലാണ്. സ്വയംഭരണാവകാശം പൂർണ്ണമായും ഫിനാൻഷ്യൽ ഓട്ടോണമി വിത്ത് സോഷ്യൽ അക്കൗണ്ടബിലിറ്റിയുമാണ് സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ങ്ങളുടെ ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ലാഭകരമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ്, എത്ര എണ്ണം ഉണ്ട് എന്ന് വിശദാക്കാം. സാർ, ഓരോ എണ്ണത്തിൻ്റെ കണക്ക് പ്രത്യേകമായിട്ട് നൽകാവുന്നതാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക, ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാർ നടപ്പിലാക്കുന്ന നയം. ശ്രീ കെ വി സുമേഷ്. സാർ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ കാര്യം ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. തന്നെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് തന്നെ വ്യവസായ പാർക്കുകളായി ആരംഭിക്കാൻ കഴിയുന്നതാണ്. ജോയിൻറ്റ് വെഞ്ചറുകളും പ്രത്യേക അനുമതിയോടുകൂടി ആരംഭിക്കാനുള്ള നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഓർഡർ. യെസ് യെസ്. സാറേ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞ സമയത്ത് പ്രതിപക്ഷം പറഞ്ഞിട്ട് കേന്ദ്രം കേട്ടു, അത് വെട്ടിക്കുറച്ചു എന്നൊരു പരാമർശം നടത്തി. ഞങ്ങൾ പറഞ്ഞിട്ടാണോ? അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു പരാമർശമാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ പറഞ്ഞിട്ടല്ല കേന്ദ്രം കേട്ടത്. ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇത് അപകടത്തിലെത്തും, ഈ എടുക്കുന്ന കടം ഭാവിയിൽ കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. സാർ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് കേന്ദ്രം കേട്ട് കേരളത്തിൻ്റെ വെട്ടിക്കുറച്ചത് എന്നുള്ളത് ഒന്നുകിൽ അങ്ങ് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖയിലുണ്ടായിരുന്നു. യെസ് മിനിസ്റ്റർ. അതൊരു വിവാദം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനൊരു വസ്തുത പറഞ്ഞതേ ഉള്ളൂ സാർ. കാരണം CAG റിപ്പോർട്ടും അല്ല, ഞാൻ അന്നത്തെ ഈ കഴിഞ്ഞ അസംബ്ലി സമയത്ത് എന്തും വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ഈ കിഫ്ബിയുടെ പേരിലും ഇതിൻ്റെ പേരിലും എന്തും വേണ്ടി വിവാദമാണ് സാർ ഉണ്ടായത്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? CAG റിപ്പോർട്ട് മറ്റു കാര്യങ്ങൾ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഈ ശക്തമായ ഞാൻ പറഞ്ഞോട്ടെ പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടുകളും ശക്തമായ പ്രക്ഷോഭവും കേന്ദ്രത്തിന്റെ സമീപനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാക്കാം. ഓർഡർ പ്ലീസ്. യെസ് യെസ്.